ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരും, അതായത് ഈ 2026 വരുമെന്ന് യാഥാർത്ഥ്യ ബോധമുള്ള ബി ജെ പിക്കാർ പോലും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കില്ല. അവർ തീർച്ചയായിട്ടും അവരുടെ വോട്ട് വർധനവ് ഉണ്ടാവാം എന്നൊക്കെ ഉള്ളതൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ സാംസ്കാരിക പ്രവർത്തകർ, അതായത് ഇടത് ചേരിയിൽ നിന്ന് എത്രയോ കാലം സംസാരിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വലിയ ആളുകൾ പോലും പിണറായി വീണ്ടും അധികാരത്തിൽ വരരുത്, LDF ഒരിക്കലും തുടർഭരണം അവർക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൽപ്പറ്റ നാരായണ മാഷാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നേര് തന്നെയല്ലേ? വീണ്ടും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാട് ഒരു കുട്ടിച്ചോറായി മാറിത്തീരും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കൽപ്പറ്റയാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ കുഞ്ഞികൃഷ്ണ മാഷാണെങ്കിലും ഇവരൊക്കെ പറഞ്ഞ കാര്യം വളരെ വലിയൊരു വാസ്തവമാണ്. അരനൂറ്റാണ്ട് കാലത്തിലധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും വലിയ യാതനകൾ ഏറ്റുവാങ്ങുകയും എന്നിട്ടും പോരാട്ട വീര്യത്തോടു കൂടി കമ്മ്യൂണിസത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത പലരും, പരിണിതപ്രജ്ഞരായ അനുഭവസമ്പന്നരായ പലരും ഇന്ന് പറയുന്ന അഭിപ്രായമാണ് ശ്രീ കൽപ്പറ്റ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ തുടരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗാൾ പോലെയാവും. പരിപൂർണമായിട്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി ജനങ്ങൾ നാട് വിട്ട് ഓടേണ്ട ഗതികേട് വരും. ഇപ്പൊ ബംഗാളികൾ നാട് വിട്ട് ഓടി കേരളത്തിൽ വന്ന് ജീവിക്കുന്നത് പോലെ മലയാളികൾ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ യുവജനങ്ങൾ ഏതാണ്ടൊരു +2 വിദ്യാഭ്യാസമെങ്കിലുമുള്ള യുവജനങ്ങൾ, ആൺകുട്ടിയും പെൺകുട്ടിയും നാട് വിട്ട് ഓടുകയാണ്. കാരണം ഈ രാജ്യത്തൊന്നും, ഈ സംസ്ഥാനത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കർഷകര്, തൊഴിലാളികള്, ബിസിനസ്സുകാര് എല്ലാവരും ഈ അവസ്ഥ നേരിടുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി ഇനി ഒരു പിണറായി ഭരണം വേണ്ട, ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി എന്താണ്? മറുപടിയായിട്ട് UDF ആണ് ഭരിക്കാൻ വരുന്നതെങ്കിൽ, UDFും ഇവിടെ 10-35 വർഷം ഭരിച്ചല്ലോ, അവർക്കും കേരളത്തെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് ഇനി LDFും വേണ്ട, UDFും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. എന്ന് കരുതി ഇപ്പോ പറഞ്ഞതുപോലെ, ഗൗതം പറഞ്ഞതുപോലെ BJP ഇവിടെ കേരളത്തിൽ ഭരിക്കാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളതാണ് വോട്ടിന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത് ഗൗതം ആദ്യം പ്രകടിപ്പിച്ച ആശങ്ക വളരെ ശരിയാണെന്നാണ് എന്റെയും അഭിപ്രായം. പക്ഷേ കേരളത്തിൽ ഈ രണ്ടു മുന്നണികളെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് രണ്ടു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത്, കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പാർട്ടി അപ്രസക്തമാകുന്ന തരത്തിൽ LDFും UDFും തകർന്നടിയുകയും LDFിലെയും UDFിലെയും പല ഘടകകക്ഷികളും BJPയോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് അധികം കാലതാമസമില്ല. അതായത് LDF UDF എന്ന് പറയുന്ന രണ്ട് ബൈപോളാർ സിസ്റ്റം അവസാനിക്കും. ഇപ്പൊ BJPക്ക് ഒരു 20 സീറ്റ് അല്ലെ 30 സീറ്റ് അല്ലെ 15 സീറ്റ്, എത്രയെങ്കിലും സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, അതോടുകൂടി LDFന് ഭൂരിപക്ഷമില്ല, UDFനും ഭൂരിപക്ഷമില്ല. എന്നാൽ BJPയുടെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് CPMുമായിട്ട് കൂട്ടുകൂടാൻ പറ്റില്ല, മുസ്ലിം ലീഗുമായിട്ട് കൂടാൻ പറ്റില്ല, കോൺഗ്രസുമായിട്ട് കൂടാൻ പറ്റില്ല എന്ന് വരുമ്പോൾ LDFിലെയും UDFിലെയും മറ്റ് ഘടകകക്ഷികൾ BJPയോടൊപ്പം ചേരുന്നു എന്നിരിക്കട്ടെ, കോൺഗ്രസ് നെടുകെ പിളരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൂടായില്ല. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. കാരണം കേരളം മടുത്തു, ജനങ്ങൾ മടുത്തു. ഈ രണ്ട് മുന്നണികളെ കൊണ്ടും പൊറുതിമുട്ടിയ സ്ഥിതിക്ക് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കാം. നമ്മളത് ത്രിപുരയിൽ കണ്ടു, നമ്മളത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടതാണ്. പശ്ചിമ ബംഗാളിലും കഴിഞ്ഞ തവണ 3 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്ക് BJP കുതിച്ചു കയറിയതും കണ്ടതാണ്. അതുകൊണ്ട് രണ്ട് മുന്നണികളുടെയും മരണമണിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ ഇപ്പൊ അങ്ങയുടെ ഒരു അഭിപ്രായത്തില് എന്തുകൊണ്ട് ഇത്തവണ കേരളത്തിലെ ജനങ്ങള് LDFന് വോട്ട് കുത്തരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും? ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം കേരളത്തിന്റെ കടക്കെണിയാണ്. 6 ലക്ഷം കോടി രൂപ കടം എന്ന് പറയുമ്പോൾ
സത്യത്തിൽ അത് 10 ലക്ഷം കോടിക്ക് മുകളിലാണ്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 6 ലക്ഷം കോടി അല്ലെ 4 ലക്ഷം കോടി 5 ലക്ഷം കോടി എന്നൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ അത് 10 ലക്ഷം കോടിക്ക് മുകളിലാണ്. അതായത് സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ആകെ വരുമാനത്തിന്റെ 8% മാത്രമാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 92% തുകയും പെൻഷനും ശമ്പളവും കുടിശ്ശികയുടെ പലിശയും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കടമെടുക്കാവുന്ന എല്ലാ പരിധിയും അതിലംഘിച്ചു കഴിഞ്ഞു. ഇനി കടം മേടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സാമ്പത്തിക തകർച്ച ഇതിനപ്പുറം ഇനി കാണാനില്ല. അതുകൊണ്ട് CPM ഇവിടെ ഭരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക തീവ്രവാദികളുടെ പിടിയിൽപ്പെട്ട ഒരു കമ്മ്യൂണിസമാണ് ഇന്നിപ്പോ കേരളം കാണുന്നത്. അതായത് കേരളം ഭരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് കൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും ഭരിക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് സാമ്പത്തിക തകർച്ച, മറ്റൊന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തേർവാഴ്ച. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് CPM-നെ ഇനി അധികാരത്തിൽ വയ്ക്കാൻ സാധ്യമല്ല. എന്നാൽ മറുവശത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിലെ ഒന്നാമത്തെ കക്ഷി മുസ്ലിം ലീഗ് ആയിരിക്കും, രണ്ടാമത്തെ കക്ഷിയായിരിക്കും കോൺഗ്രസ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്നു മുസ്ലിം ലീഗ് എങ്കിൽ ഇനി മുതൽ മുസ്ലിം ലീഗ് മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് മാറും. അപ്പോൾ ലീഗിന്റെ ഭരണം വരും. മതമാണ് എല്ലാം എന്ന് പറയുന്ന നേതാക്കന്മാർ ധൈര്യപൂർവ്വം അരങ്ങുവാഴുന്ന കേരളമാണ് UDF സൃഷ്ടിച്ചത്. അതുകൊണ്ട് UDF-ലും ജനങ്ങൾ വിശ്വാസം അർപ്പിക്കാൻ പോകുന്നില്ല. അല്ല, അപ്പൊ പിണറായി വിജയൻ അപ്പൊ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണല്ലേ? പിണറായി വിജയന് ഭൂരിപക്ഷം കിട്ടില്ല, VD സതീശനും ഭൂരിപക്ഷം കിട്ടില്ല. പിന്നെ ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുക എന്ന് പറയാനും പറ്റില്ല. പക്ഷെ രണ്ടുപേർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അല്ല, ഇവിടെ ഇപ്പൊ ഈ ശബരിമലയുടെ കാര്യം അങ്ങ് പറഞ്ഞില്ല. അപ്പൊ അതൊരു വലിയ കൺസേൺ ആവണ്ടെന്നുള്ളതാണോ? കാരണം ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത് സഖാക്കളാണ് ഇരിക്കുന്നത്. അവരിയ്ക്കുന്ന ഈ കാലഘട്ടത്തിലാണ് വലിയ കൊള്ളയടക്കം നടന്നിട്ടുള്ളത്. പത്മകുമാർ ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണോ? ഈ ശബരിമല വിഷയം LDF-ന്റെയോ UDF-ന്റെയോ മാത്രം കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. LDF ഭരിച്ച കാലത്തും UDF ഭരിച്ച കാലത്തും ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ വ്യക്തമാണ്. അത് കൊടിമരത്തിന്റെ കാലം മുതൽ ഇപ്പോൾ കഥ പുറത്തു വരികയാണ്. പക്ഷെ ഇത് പുറത്തു വന്നത് LDF ഭരിച്ചപ്പോഴാണ് എന്ന് കരുതി ഇത് മുഴുവൻ LDF-ന്റെ മാത്രം കുറ്റമാണെന്ന് പറയുന്നത് ശരിയല്ല. LDF-ഉം കട്ടു, UDF-ഉം കട്ടു. മോഷണ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒറ്റ മുന്നണിയാണ്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ ചിന്തിക്കും. അതില് ശബരിമല വിഷയം വളരെ വലിയൊരു കാര്യമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു സൂചന കുംഭമേളയാണ്. ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ ഒന്നും പിൻബലമില്ലാതെ, സമുദായ സംഘടനാ പിൻബലമില്ലാതെ, ഭരണകൂടത്തിന്റെ അതിശക്തമായ നിരോധനാജ്ഞയെ മറികടന്നുകൊണ്ട് 26 ലക്ഷം ഹിന്ദുക്കൾ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ ഒത്തുകൂടി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഹിന്ദു പൊതു മനസ്സ് സംഘടിക്കാൻ ഒരു നേതൃത്വം പോലും ആവശ്യമില്ലാത്ത വിധം ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇരു മുന്നണികൾക്കുമെതിരെ ഒരു വലിയ മുന്നേറ്റമായിട്ട് മാറും. സാർ, ഇപ്പൊ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് BJP തോൽക്കാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം LDF-ന് വോട്ട് കുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ BJP വോട്ട് മുഴുവൻ LDF-ലേക്ക് പോകില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് വളരെ സജീവമായിട്ട് നമ്മളെ നാട്ടിലുണ്ട്. അതായത് BJP തോൽക്കാൻ സാധ്യത എടുത്തൊക്കെ LDF-ന് വോട്ട് കുത്തണം. ഈ കേരളത്തിലെ ഇപ്പോൾ ഉള്ള ധാരണ BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ UDF-ഉം LDF-ഉം പരസ്പരം സഹകരിക്കണം എന്നുള്ള നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ കണക്കുകളും കൂടി ഞാൻ പറയാം. BJP മുന്നണിക്ക്, NDA-ക്ക് 30,000 വോട്ടിൽ കൂടുതൽ കിട്ടിയ എല്ലാ സീറ്റുകളും എല്ലാവർക്കും അറിയാം. അത് UDF-കാർക്കും അറിയാം, LDF-കാർക്കും അറിയാം. അപ്പൊ BJP-ക്ക് 30,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ, അല്ലെങ്കിൽ NDA മുന്നണിക്ക് 30,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ സീറ്റുകൾ LDF-ഉം UDF-ഉം കൂടി വീതിച്ചെടുക്കാൻ തീരുമാനിച്ചു വന്നിരിക്കട്ടെ. അതായത് ആകെ 30 സീറ്റാണെങ്കിൽ 15 സീറ്റ് LDF-ഉം 15 സീറ്റ് UDF-ഉം ജയിക്കാൻ വേണ്ടി പരസ്പരം ധാരണയുണ്ടാക്കി.
ആ ധാരണ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് രഹസ്യ പരിപാടിയൊന്നുമല്ല. അവർ പറഞ്ഞു BJP-യെ ഞങ്ങൾ വിജയിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP-യെ പരാജയപ്പെടുത്തുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക എന്ന് LDF-ഉം പറഞ്ഞു കഴിഞ്ഞു, UDF-ഉം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അജണ്ട വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ BJP-ക്ക് ജയസാധ്യതയുള്ളിടത്ത് BJP-ക്കെതിരെ LDF-ഉം UDF-ഉം ഒന്നിക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ BJP-ക്ക് ഏതെങ്കിലും ഒരു മുന്നണിയെ ജയിപ്പിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയെ പരാജയപ്പെടുത്തിയിട്ട് ഒന്നും നേടാനില്ല. ഇപ്പൊ LDF-നെ സഹായിച്ച് UDF-നെ പരാജയപ്പെടുത്തിയിട്ടോ UDF-നെ സഹായിച്ച് LDF-നെ പരാജയപ്പെടുത്തിയിട്ടോ BJP-ക്ക് ഒന്നും നേടാനില്ല. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം 51% വോട്ട് വാങ്ങി രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇത്തവണ നിരവധി സീറ്റുകളിൽ ഫലം കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം പലവരും ആരോപിക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം AK ബാലനെ പോലുള്ള വലിയ മുതിർന്ന CPM നേതാക്കള് അദ്ദേഹം അടുത്തിടെ നടത്തിയ ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോൾ ആരാണ് ഈ AK ബാലൻ എന്ന് ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല. ഒരു BJP-കാരനാണോ അതോ CPM-കാരനാണോ? കാരണം നിലപാടുകളിലൊക്കെ വലിയ രീതിയിലുള്ള സാമ്യത തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണ് പല UDF അനുകൂലികളും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി, അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലീഗിന്റെ ഭരണമായിരിക്കും തുടങ്ങിയ രീതിയിൽ ഒരു വളരെ വർഗീയപരമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ AK ബാലനെ പോലുള്ള CPM നേതാക്കൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു സാമ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, BJP CPM സാമ്യതയെക്കുറിച്ച്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നൊരു ചൊല്ലുണ്ട്. CPM-നെ സംബന്ധിച്ച് ഇന്ത്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോക ഭൂപടത്തിൽ തന്നെ അവശേഷിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തുരുത്തും കൂടി അപ്രത്യക്ഷമാകാൻ പോകുന്നു. അപ്പോൾ ലോകത്ത് 54 രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് 4 രാജ്യങ്ങളിൽ മാത്രം അവശേഷിക്കുന്നു. അതിലൊന്ന് ഇന്ത്യയിലെ കേരളമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ ലോക ഭൂപടത്തിൽ പിന്നെ കമ്മ്യൂണിസം ഉള്ളത് 2ഓ 3ഓ സ്ഥലത്ത് മാത്രമായി ചുരുങ്ങും. അങ്ങനെ വന്നാൽ പിന്നെ ഒരു തിരിച്ചു കയറ്റത്തിന് CPM-ന് കഴിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്. അവിടെ ഉണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തിയുണ്ട്. ആ മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് AK ബാലൻ അങ്ങനെ പറഞ്ഞത്. അതായത് ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് 2 പ്രസ്താവന ഇറക്കിയാൽ, മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് 2 പ്രസ്താവന ഇറക്കിയാൽ ഹിന്ദു വോട്ട് ബൾക്കായിട്ട് CPM-ന് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാം എന്നുള്ള തെറ്റായ കണക്കുകൂട്ടലിൽ നിന്നാണ് AK ബാലൻ അങ്ങനെ പ്രതികരിച്ചത്. അല്ല, ഈ ഇത്തവണ ഹിന്ദുക്കളൊന്നടങ്കം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ കനകോലുവിനെ പോലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സർവേ റിപ്പോർട്ടൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കോൺഗ്രസ് വിജയിക്കാനായിട്ട് വിജയമന്ത്രങ്ങൾ മെനയുന്ന ഒരാളാണ് കനകോലു. കനകോലു പോലും പറയുന്നു ഒരുപാട് ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുകയാണ്, ഇത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണെന്ന്. അത് വളരെ ശരിയാണ്. ഈഴവന്, അതായത് പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞ ഒരു നിർവചനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്: ജനിച്ച ഈഴവൻ അത്രയും നശിച്ച നായരും പിഴച്ച മാപ്പിളയും ചേരുന്നതാണ് കമ്മ്യൂണിസം. മന്നത്ത് പത്മനാഭൻ കൊടുത്ത ഒരു നിർവചനം ഏതാണ്ട് ശരിയാ. ഏതാണ്ട് ഈഴവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നുഖത്തിന് കീഴിൽ നിന്ന്, അല്ലെങ്കിൽ തടങ്കൽ പാളയത്തിൽ നിന്ന് ഈഴവ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആൾക്കാർ BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വ്യക്തമായി. അപ്പോൾ ഈഴവ സമുദായത്തിന്റെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം BJP-ക്ക് ലഭിക്കും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ആ ഒരു വസ്തുത അവരെ ഭയപ്പെടുത്തുന്നുണ്ടാവാം. തീർച്ചയായിട്ടും. അപ്പം അങ്ങ് അവസാനമായിട്ട് പറയുന്നത് LDF ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് എന്ന് തന്നെയാണ് അല്ലെ? LDF-ഉം UDF-ഉം അധികാരത്തിൽ വരരുതെന്നാണ്. LDF അധികാരത്തിൽ വരരുതെന്ന് പറഞ്ഞാൽ UDF വന്നോട്ടെ എന്നൊരു മൗനാനുവാദം അതില്ല. നിലവിലൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് മുൻതൂക്കം തീർച്ചയായിട്ടും VD സതീശൻ നേതൃത്വം നൽകുന്ന UDF-ന് തന്നെയാണ്. അതിൽ സംശയമില്ലാത്തൊരു സംഗതി തന്നെയാണ്. അത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട്, സീറ്റ്,
ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ട്രെൻഡ് അതല്ല. UDF-നും LDF-നും കനത്ത പ്രഹരമേൽപ്പിക്കുന്ന റിസൾട്ട് ആയിരിക്കും. കുറെ കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. മുസ്ലിം ലീഗിന് വലിയ പരിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. കേരള കോൺഗ്രസുകൾക്ക് വലിയ പരിക്ക് പറ്റാൻ പോകുന്നില്ല. പരിക്ക് പറ്റാൻ പോകുന്ന രണ്ടേ രണ്ട് പാർട്ടിയേ ഉള്ളൂ. CPI-M-ന് പരിക്ക് പറ്റും, കോൺഗ്രസിന് പരിക്ക് പറ്റും. അതായത് തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ചിട്ട് എത്ര MLA-മാര് BJP-ക്ക് ഉണ്ടാവും തവണ കേരളത്തിൽ? അതിനെപ്പറ്റി കേരളത്തിലെ ജനങ്ങൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പൊ കണക്കുകൂട്ടാൻ പറ്റില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാവാം. അതായത് ഞങ്ങളിപ്പോ ഒരു BJP-കാരെന്നുള്ള മട്ടിൽ കണക്ക് കൂട്ടി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വരാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ബീഹാറിൽ എന്താ സംഭവിച്ചത്? മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? BJP-യുടെ കണക്കുകൂട്ടലുകളെ പോലും തെറ്റിച്ചു കളഞ്ഞു. BJP, അതായത് സാക്ഷാൽ അമിത്ഷാ പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറത്ത് കയറിപ്പോയി എന്ന് പറയുന്ന പോലെ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും BJP നേതാവോ കേരളത്തിൽ എന്തു പറഞ്ഞാലും അതിനെയൊക്കെ അതിലംഘിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അട്ടിമറി വിജയം BJP നേടും. അതുകൊണ്ട് എത്ര സീറ്റ് എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി.